ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ക്ലാസ് 16. ഈ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുക. അതിലേക്ക് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്, അതായത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ച കുറച്ച് ഇക്വേഷൻസ് നമുക്കിവിടെ ഓർത്ത് നോക്കാം. അതിൽ ആദ്യത്തേത് cos 2x ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്, അതുപോലെ cos 2x ഈക്വൽ ടു cos സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, cos 2x ഈക്വൽ ടു 2 cos സ്ക്വയർ എക്സ് മൈനസ് 1. ഇത് മൂന്നും cos 2xൻ്റെ തന്നെ ഇക്വേഷൻസ് ആണ്. അതുപോലെ sin 2x ഈക്വൽ ടു 2 sin x cos x. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ഉപയോഗിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. ആദ്യം റൈറ്റ് ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം tan ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് cos x ബൈ sin x. അപ്പോൾ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലേക്ക് ഇതിനെ മാറ്റി എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ആദ്യം ഈ 1 മൈനസ് cos x എന്നുള്ളതിനെ നമുക്ക് ഈ ബ്രാക്കറ്റിനെ ഒന്നിച്ച് ടാൻ ഓഫ് സംതിങ് എന്നുള്ള ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ, അതായത് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള തരത്തിലേക്ക് നമുക്ക് ചുരുക്കി എഴുതാം. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റണം. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ, അതായത് 1 മൈനസ് കോസ് എക്സ് എന്നുള്ളതിന് വേണ്ടി നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. cos 2x ഈക്വൽ ടു 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്നുള്ള ഇക്വേഷൻ ആദ്യം പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ നെഗറ്റീവ് സൈഡിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന 2 സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു ഈ cos 2xനെ അങ്ങോട്ട് കൊണ്ടുപോയി അത് നെഗറ്റീവ് ആവും. സോ നമുക്ക് ഇതിൽ നിന്ന് 2 സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് cos 2x എന്ന് എഴുതും. ഓർ ഇതിനൊന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ 1 മൈനസ് cos 2x ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സ്. ഈ സ്റ്റെപ്പ് തന്നെയാണ്, സെയിം ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നത്, നമുക്കിവിടെ പ്രോബ്ലത്തിൽ നമുക്ക് ആവശ്യം 1 മൈനസ് കോസ് എക്സ് ആണ് ന്യൂമറേറ്ററിൽ. ഇവിടെ നമുക്ക് ഇക്വേഷൻ എന്ന് കിട്ടിയത് 1 മൈനസ് കോസ് 2xൻ്റെ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ 2xനെ പകുതിയാക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എക്സ് കിട്ടും. അപ്പോൾ ഈ ആംഗിൾ പകുതിയാക്കുമ്പോൾ അതിൽ ഈ സൈഡിൽ റൈറ്റ് സൈഡിലും എക്സ് എന്തായി മാറും? x/2 ആയി മാറും. സോ ഈ ഇക്വേഷൻ നമുക്ക് 1 മൈനസ് കോസ് എക്സ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ x/2 എന്നായി മാറി. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് കോസ് എക്സ് ബൈ സൈൻ എക്സിലെ ന്യൂമറേറ്റർ, അതായത് 1 മൈനസ് കോസ് എക്സിൻ്റെ സ്ഥാനത്ത് ഇനി എന്തെന്ന് കൊടുക്കാം? 2 സൈൻ സ്ക്വയർ x/2 എന്ന് കൊടുക്കാം. ഇനി അതുപോലെ താഴെ ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? സൈൻ എക്സ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഇക്വേഷനാണ് സൈൻ 2x ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. അതിൽ നിന്ന് സൈൻ എക്സ് എന്തായി മാറും? ഇവിടെ അതുപോലെ ഇത് പകുതിയാക്കിയതാണ് എക്സ്. അപ്പോൾ ഈ സൈഡിൽ എന്തായി മാറും? 2 സൈൻ x/2 കോസ് x/2 എന്നായി മാറും. അപ്പോൾ ഈ പ്രോബ്ലത്തിൻ്റെ ഡിനോമിനേറ്റർ, അതായത് സൈൻ എക്സിന് പകരം നമുക്കിനി എന്തെന്ന് കൊടുക്കാം? 2 സൈൻ x/2 കോസ് x/2 എന്ന് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയാവും. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ സ്ക്വയർ x/2 ഡിവൈഡഡ് ബൈ 2 സൈൻ x/2 കോസ് x/2 എന്നായി മാറും. ഇനി അതിൽ 2 ക്യാൻസൽ ചെയ്ത് പോവും, ഒരു സൈൻ x/2 ക്യാൻസൽ ചെയ്ത് പോവും, ബാക്കി സൈൻ x/2 ന്യൂമറേറ്ററിൽ ഉണ്ടാവും, അതുപോലെ കോസ് x/2 ഡിനോമിനേറ്ററിൽ ഉണ്ടാവും. ഇനി നമുക്കറിയാം സൈൻ ബൈ കോസ് എന്നുള്ളത് എന്താണ്? ടാൻ ആണ്. അപ്പോൾ ഇത് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ x/2 ആയി മാറും. ഇനി നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് എന്നുള്ളത് എക്സ് തന്നെയാണ് വെൻ എക്സ് ബിലോങ്സ് ടു ദ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഓഫ് ടാൻ ഇൻവേഴ്സ്. ഇവിടെ നമുക്ക് ഇൻ്റർവൽ അതിനനുസരിച്ചാണ് തന്നിരിക്കുന്നത്. സോ ആൻസർ ഈസ് x/2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 1 മൈനസ് കോസ് എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ്. നേരത്തെ നമ്മൾ ഈ 1 മൈനസ് കോസ് 2x എന്നുള്ള ഇക്വേഷനിൽ നിന്ന് 1 മൈനസ് കോസ് എക്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് 1 മൈനസ് കോസ് എക്സ് ഈക്വൽ ടു, കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്താണിത്, 1 മൈനസ് കോസ് എക്സ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ x/2 എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഇക്വേഷനിൽ നിന്ന്, മൂന്നാമത്തെ ഇക്വേഷനിൽ നമുക്ക് 1 പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ x/2 എന്നും എഴുതാം. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ പ്രോബ്ലം എന്തായി മാറും? ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 1 മൈനസ് കോസ് എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 2 സൈൻ സ്ക്വയർ x/2 ബൈ 2 കോസ് സ്ക്വയർ x/2. ഇനി ഇതിൻ്റെ അകത്ത് 2 ക്യാൻസൽ ചെയ്ത് പോവും. അതുപോലെ സൈൻ ബൈ കോസ് എന്നുള്ളത് ടാൻ ആണ്. സോ സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ എന്നുള്ളത് ടാൻ സ്ക്വയർ ആയി, ടാൻ സ്ക്വയർ x/2 ആയി. ഇനി റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എന്നുള്ളത് എന്താവും? ടാൻ ആവും. സോ വി ഗെറ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ x/2. നേരത്തെ പറഞ്ഞ പോലെ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് എന്നുള്ളത് എക്സ് തന്നെയാണ്. സോ ആൻസർ ഈസ് x/2. ഇനി അതുപോലെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ട്രിഗണോമെട്രിയിൽ പഠിച്ച വേറെ രണ്ട് ഇക്വേഷൻസ് ആണ് സൈൻ 3xൻ്റെ ഇക്വേഷനും കോസ് 3xൻ്റെ ഇക്വേഷനും. അതിൽ സൈൻ 3x ഈക്വൽ ടു 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ്, അതുപോലെ കോസ് 3x ഈക്വൽ ടു 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് അടുത്തത്. പ്രൂവ് ദാറ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ്
3x minus 4x cube equal to 3 sin inverse x where x belongs to closed interval minus 1/2 1/2. ഇനി നമുക്ക് ഏകദേശം ഈ 3 sin x minus 4 sin cube x ഫോമിലാണിത്. ഈ എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ എക്സ് ആണെന്നുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രോബ്ലം വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് അതിനു മുമ്പ് ഈ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യനാണ് തെളിയിക്കാനാണ്. അപ്പോൾ അതിന് 2 സൈഡ് ഉണ്ടായിരിക്കും. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്ത് റൈറ്റ് സൈഡിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് 3x മൈനസ് 4x ക്യൂബാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് ചെയ്യുക. ഈ എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ എക്സ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിക്കും. ഇവിടെ എക്സ് ഓൾറെഡി ഉള്ളത് കൊണ്ട് നമ്മൾ എക്സിന് പകരം സൈൻ വൈ എന്ന് കൊടുക്കുന്നു. സോ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡ് എന്തായി മാറും? സൈൻ ഇൻവേഴ്സ് ഓഫ് 3 സൈൻ വൈ മൈനസ് 4 സൈൻ ക്യൂബ് വൈ. ഇനി ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ 3 സൈൻ എക്സ് മൈനസ് 4 സൈൻ ക്യൂബ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 3x ആണ്. അപ്പോൾ ഇവിടെ 3 സൈൻ വൈ മൈനസ് 4 സൈൻ ക്യൂബ് വൈ എന്താണ്? സൈൻ 3y ആണ്. ഇപ്പോൾ ഇത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എന്നുള്ള ഫോമിലാണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 3y ആയിരിക്കും. സോ ദിസ് ഇസ് ഈക്വൽ ടു 3y. ഇനി y എന്നുള്ളത് നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷനാണ്. എന്തിനായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നത്? എക്സിനായിരുന്നു സൈൻ വൈ എന്ന് കൊടുത്തിരുന്നത്. ഓർ സൈൻ വൈ ഈക്വൽ ടു എക്സ്. അതിൽ നിന്ന് y എന്താവും? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആവും. അപ്പോൾ ഇവിടെ വൈക്ക് പകരം നമ്മൾ വീണ്ടും എക്സിലേക്ക് മാറ്റി എഴുതാം. കാര്യം നമ്മൾ ക്വസ്റ്റ്യൻ എക്സിലാണ്. സോ ആൻസർ ഈസ് 3 സൈൻ ഇൻവേഴ്സ് എക്സ്. ഇതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 കോസ് ഇൻവേഴ്സ് എക്സ്. ഇനി ഇത് അതുപോലെ തന്നെ 2 സൈഡുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, റൈറ്റ് സൈഡിലേക്ക് എത്തിക്കണം. ഇനി ഇവിടെ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാനുള്ളത് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഇത് നമ്മൾ +1 പഠിച്ച ഐഡൻറ്റിറ്റി തന്നെയാണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഇനി ഇവിടെ നമ്മൾ നടത്തുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ, നമ്മൾ കുറച്ച് പ്രോബ്ലംസ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ ആൻസർ കോസ് ഇൻവേഴ്സിൻ്റെ ഫോമിലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് എക്സ് ഈക്വൽ ടു കോസ് വൈ. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് എന്തായി മാറും? സൈൻ ഇൻവേഴ്സ് ഓഫ് 2 എക്സിൻ്റെ സ്ഥാനത്ത് കോസ് വൈ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ വൈ. ഇനി നേരത്തെ പറഞ്ഞ ഈ ഒരു ഐഡൻറ്റിറ്റി സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണ്. ഓർ ഈ കോസ് സ്ക്വയർ എക്സിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് എഴുതാം? സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. ഓർ 1 മൈനസ് കോസ് സ്ക്വയർ എക്സിന് പകരം സൈൻ സ്ക്വയർ എക്സിന് എഴുതാം. ഇവിടെ വൈലായതുകൊണ്ട് 1 മൈനസ് കോസ് സ്ക്വയർ വൈക്ക് പകരം എന്തെന്ന് എഴുതാം? സൈൻ സ്ക്വയർ വൈ എന്ന് എഴുതാം. ആദ്യം എഴുതിയ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇനി റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ മാത്രമായി. സോ ഇവിടെ നമുക്ക് എന്തായി? 2 കോസ് വൈ സൈൻ വൈ ആയി. നമ്മൾ നേരത്തെ ഒരു ഐഡൻറ്റിറ്റി കണ്ടതാണ് സൈൻ 2x ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. അപ്പോൾ ആ ഒരു ഫോമിലാണിത് 2 സൈൻ വൈ കോസ് വൈ. അപ്പോൾ അതെന്തായിരിക്കും? സൈൻ 2y ആയിരിക്കും. ഇപ്പോൾ ഇത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എന്നുള്ള ഫോമിലാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 2y. ഇനി y നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷനാണ്. അതിന് തിരിച്ച് എക്സിൻ്റെ ടേംസിലേക്ക് മാറ്റണം. കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെയായിരുന്നു, എക്സ് ഈക്വൽ ടു കോസ് വൈ ആയിരുന്നു. ഓർ കോസ് വൈ ഈക്വൽ ടു എക്സ്. അതിൽ നിന്ന് y എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. സോ ആൻസർ ഈസ് 2 കോസ് ഇൻവേഴ്സ് എക്സ്. ഇനി നേരത്തെ പറഞ്ഞ ആ ഐഡൻറ്റിറ്റി അതുപോലെ തന്നെ നമുക്ക് 3 എണ്ണം ഉണ്ട്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1, കൊസീക് സ്ക്വയർ എക്സ് മൈനസ് കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1, സീക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഇൻ സിംപ്ലസ്റ്റ് ഫോം ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 വെർ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ നമ്മുടെ ഉദ്ദേശം ഇതാണ്, ഈ ബ്രാക്കറ്റിനകത്തുള്ളത് ടാൻ ഓഫ് സംതിങ് എന്നുള്ള ഫോമിലായി മാറണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എന്നുള്ള ഫോമിലാവും. അപ്പോൾ അതിന് കുറച്ചുകൂടി ചുരുക്കി നമുക്ക് എഴുതാൻ അറിയാം. അപ്പോൾ ഉദ്ദേശം ഇവിടെ ഈ ഒരു ബ്രാക്കറ്റിൻ്റെ സ്ഥാനത്ത് ടാൻ ഓഫ് സംതിങ് ആവണം. അപ്പോൾ ഈ താഴെയുള്ളത് എന്തായാലും മതി? കോട്ടായാലും മതി. കോട്ട് 1 ബൈ കോട്ട് ടാൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ഡിനോമിനേറ്ററിൻ്റെ സ്ഥാനത്ത് കോട്ട് ഫോമിൽ വന്നാൽ മതി. അപ്പോൾ അതിനെ നമുക്ക് നേരത്തെ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ഐഡൻറ്റിറ്റി കോട്ടും കൊസീക്കും തമ്മിലാണ് ഐഡൻറ്റിറ്റി. അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഈക്വൽ ടു കൊസീക്ക് വൈ. അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രോബ്ലം എന്തായി മാറും? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്നുള്ളത് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ബൈ റൂട്ട് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് കൊസീക്ക് കൊടുക്കുമ്പോൾ കൊസീക്ക് സ്ക്വയർ വൈ മൈനസ് 1. ഇനി നമുക്ക് ഐഡൻറ്റിറ്റി ഉള്ളത് എന്താണ്? കൊസീക്ക് സ്ക്വയർ മൈനസ് കോട്ട് സ്ക്വയർ ഈക്വൽ ടു 1 ആണ് ഐഡൻറ്റിറ്റി. അതിൽ നിന്ന് കൊസീക്ക് സ്ക്വയർ മൈനസ് 1 എന്താവും? കോട്ട് സ്ക്വയർ ആവും. അപ്പോൾ ഇവിടെ നമുക്ക് കോട്ട് സ്ക്വയർ വൈ എന്ന് എഴുതാം. ഇനി റൂട്ട് ഓഫ് കോട്ട് സ്ക്വയർ എന്നുള്ളത് എന്തായി? കോട്ടായി. ഇനി 1 ബൈ കോട്ട് എന്നുള്ളത് എന്താണ്? ടാൻ ആണ്. സോ ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എന്നുള്ള ഫോമിലാണ്. അപ്പോൾ അത് ആൻസർ വൈ ആയി. ഇനി വൈ എന്തായിരുന്നു? നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് എക്സ് ഈക്വൽ ടു കൊസീക്ക് വൈ ആണ്. ഓർ വൈ എന്ന് പറയുന്നത് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്.
സോ ആൻസർ ഈസ് cosec inverse of x. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഇൻ സിംപ്ലസ്റ്റ് ഫോം tan inverse of root of 1 plus x square minus 1 whole divided by x where x not equal to 0. ഇതിൽ നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എക്സിന് tan y. അപ്പോൾ ഈ പ്രോബ്ലം എന്തായി മാറും? tan inverse of root of 1 plus tan square y minus 1 by tan y. ഇനി നമുക്ക് റിലേഷൻ ഇതായിരുന്നു sec square x minus tan square x equal to 1, ഓർ അത് വൈഡ് ടേംസിൽ പറഞ്ഞാൽ sec square y minus tan square y equal to 1. അതിൽ നിന്ന് 1 plus tan square yക്ക് പകരം എന്തെന്ന് എഴുതാം? sec square y എന്ന് എഴുതാം. സോ അടുത്ത സ്റ്റെപ്പിൽ എന്തായി മാറും? tan inverse of root of sec square y minus 1 divided by tan y. ഇനി root of sec square എന്ന് പറഞ്ഞാൽ എന്താണ്? sec ആണ്. സോ അടുത്ത സ്റ്റെപ്പിൽ ഇത് sec y ആയി മാറി minus 1 by tan y. ഇനി നമുക്കിതിനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഒരു പ്രോബ്ലം പോലെ അങ്ങനെ ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഈ sec എന്നുള്ളത് 1 by cos ആണ്, അതുപോലെ tan എന്നുള്ളത് sin by cos ആണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും ആ ടേംസിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് കിട്ടും 1 by cos y minus 1 divided by sin y by cos y. ഇനി നമ്മളിതിനെ LCM അതായത് ക്രോസ് ചെയ്യുമ്പോൾ 1 minus cos y divided by cos y whole divided by sin y by cos y. ഇതൊക്കെ ചെയ്യുമ്പോഴും tan ഇൻവേഴ്സ് ഈ സൈഡിലുണ്ട്. ഇനി ഇതിൽ cos y എന്നുള്ളത് ക്യാൻസൽ ചെയ്ത് പോകും. a by b by c by d ഫോമിലായി. അപ്പോൾ അതിൽ cos y ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ബാക്കി വരാം tan ഇൻവേഴ്സ് ഓഫ് 1 minus cos y by sin y. ഇപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത ഒരു പ്രോബ്ലം ഫോമിലാണ്. 1 minus cos xൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് ന്യൂമറേറ്ററിൽ ഉപയോഗിക്കാം, അതുപോലെ sin xൻ്റെ ഇക്വേഷൻ നമുക്ക് ഡിനോമിനേറ്ററിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതെന്തായി മാറും? tan ഇൻവേഴ്സ് ഓഫ് 2 sin square y by 2 whole divided by 2 sin y by 2 cos y by 2. അതായത് 2 sin x cos x ആ ഒരു ഇക്വേഷൻ ഇതിൽ ഡിനോമിനേറ്ററിൽ ഉപയോഗിക്കുന്നു. അതിൽ 2 ക്യാൻസൽ ചെയ്തു, സൈൻ ഒരെണ്ണം ക്യാൻസൽ ചെയ്യും, ബാക്കി sin y by 2 by cos y by 2 വരും. sin by cos എന്നുള്ളത് tan ആണ്. സോ tan ഇൻവേഴ്സ് ഓഫ് tan ആയി ഇപ്പോൾ. സോ ആൻസർ y by 2. ഇനി yക്ക് നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ x ഈക്വൽ ടു tan y ആണ്, ഓർ tan y ഈക്വൽ ടു x ആണ്. അതിൽ നിന്ന് y എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് x ആണ്. സോ ആൻസർ ഈസ് tan inverse x whole by 2. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം cot inverse of 1 by root of x square minus 1. ഇവിടെ നമുക്ക് ആവശ്യം ഇത് ഈ ബ്രാക്കറ്റിനകത്തുള്ളത് കോട്ട് ഫോമിലാവണം. cot inverse of cot xന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് tan ആയാലും മതി, താഴെയുള്ളത് tan ആയ 1 by tan കോട്ടായി മാറും. അപ്പോൾ ഇത് tan ആവണമെങ്കിൽ നമുക്ക് സീക്കും ടാനും തമ്മിലാണ് റിലേഷൻ. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ x ഈക്വൽ ടു sec y. അപ്പോൾ പ്രോബ്ലം എന്തായി മാറും? cot ഇൻവേഴ്സ് ഓഫ് 1 by root of sec square y minus 1. ഇനി നമുക്ക് ഐഡൻറ്റിറ്റി ഇതാണ്, sec square y minus tan square y equal to 1. ഇത് എക്സിലാണെങ്കിൽ ഫുൾ എക്സിൽ എഴുതാം, വൈയിലാണെങ്കിൽ വൈയിൽ അത്രയേ ഉള്ളൂ. സോ sec square y minus 1 എന്നുള്ളത് എന്താണ്? tan square y ആണ്. അപ്പോൾ ഇവിടെ root of sec square y minus 1ന് പകരം tan square y എന്ന് കൊടുത്തു. ഇനി റൂട്ട് tan square എന്ന് പറയുന്നത് tan തന്നെയാണ്. 1 by tan y എന്നുള്ളത് cot y ആണ്. അപ്പോൾ cot ഇൻവേഴ്സ് ഓഫ് cot എന്നുള്ള ഫോമിലായി, ദാറ്റ് ഈസ് y. ഇനി നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ x ഈക്വൽ ടു sec y ആണ്, ദാറ്റ് ഈസ് sec y ഈക്വൽ ടു x ഓർ y ഈക്വൽ ടു sec ഇൻവേഴ്സ് x. സോ ആൻസർ ഈസ് sec ഇൻവേഴ്സ് x. ഇനി രണ്ട് പ്രോബ്ലം ഇതുപോലെ തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഹോംവർക്ക് അത് ചെയ്ത് കാണിക്കാം. ഓക്കെ.